ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷത്തിലൊക്കെ കൊണ്ട് പോവാം അല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ അതാ ഞാൻ ദോശയും ചമ്മന്തിയാണ് കേട്ടോ. ഇവിടെ ദോശയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചമ്മന്തി ചട്നിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചട്നി അരക്കണില്ല, ചമ്മന്തിയാണ്. അപ്പോൾ ഇതാ രാവിലെ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ മോനെ അവിടെ ഓരോരോ കോപ്രായങ്ങളും കാട്ടി നടക്കുക കേട്ടോ. അപ്പോൾ എന്നോടും പറയാണ്, ഞാൻ സുന്നത്ത് കഴിച്ചപ്പോൾ എനിക്ക് ഇതുപോലെയല്ലേ തുണി കെട്ടി തന്നത് എന്ന് ചോദിക്കാം കേട്ടോ എന്നോട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇനി ഒന്നും കൂടി കഴിക്കണോ ചോദിച്ചിട്ടോ എന്നെ കളിയാക്കട്ടെ. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടിയിട്ടോ പേടിച്ചിട്ട്. അപ്പോൾ ആ ഒരു ഇത് ആലോചിച്ചാൽ നമുക്ക് തന്നെ ഒരു ഇടങ്ങേറാണ്. എന്താ വെച്ചാൽ ആ കുഞ്ഞു കുട്ടികളെ സുന്നത്ത് കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം അവരടുത്തുനിന്ന് തന്നെ നമ്മൾ മാറാനയക്കില്ല. ഓൻ അങ്ങനെ ആയിരുന്നു കേട്ടോ, ഭയങ്കര കരച്ചിലായിരുന്നു ആൾ. പിന്നെ ഡോക്ടറൊക്കെ നല്ല ചവിട്ടിയിട്ടും ഡോക്ടറെ തെറി വിളിച്ചിട്ടൊക്കെ ഓടിയിരുന്നു കേട്ടോ. സുന്നത്ത് ഇവിടെ ഡോക്ടറെ അടുത്തല്ല കേട്ടോ പോയത്, ഞങ്ങളിവിടെ ഒരു തങ്ങളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ അടുത്ത് തന്നെ. അപ്പോൾ അവിടെ ആയിരുന്നു പോയിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലം കഴിഞ്ഞ് കിട്ടി. ഇനിയിപ്പോൾ കുട്ടികളൊന്നും ഇല്ല, അങ്ങനത്തെ പരിപാടികളും ഒന്നുമില്ല. അങ്ങനെ മക്കളൊക്കെ വലുതായില്ലേ. അപ്പോൾ എന്തായാലും അവനിതാ ദോശയും ചമ്മന്തിയും വേഗം ഉണ്ടാക്കി കാട്ടെ, വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് അവന് സ്കൂളിലൊന്ന് പോകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ചോറും കറിയും ആക്കിയിട്ട് വേണം സ്കൂളിലേക്കൊന്ന് പോകാൻ. അപ്പോൾ ഇവിടെ LP സ്കൂൾ കഴിഞ്ഞിട്ടോ, ഇനി യു പി ഇല്ല, യു പി വേറെ സ്കൂളാട്ടോ. അപ്പോൾ അവിടുന്ന് ടീസിൻ്റെ കാര്യത്തിന് വേണ്ടി ഇന്ന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലേക്ക് ഒന്ന് പോകാണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ടീസിൻ്റെ അപേക്ഷ ഒന്ന് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് വേഗം പണികളൊക്കെ ഒന്ന് ഒരുക്കട്ടെ. അപ്പോൾ ഇന്നലത്തെ മത്തി വാങ്ങിയത് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്ത് പുറത്ത് വെക്കണം. ഇന്ന് മത്തിക്കറി ആണ്, പ്രത്യേകിച്ച് വേറെ ഉപ്പേരിക്കോ കാര്യമൊന്നുമില്ല കേട്ടോ. ഇനി സ്കൂൾക്കൊക്കെ പോയി വരുന്ന സമയത്ത് അവിടെ നിന്ന് പച്ചക്കറി എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിപ്പോരാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതാ ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കണമുണ്ട്, അവിടെ കഴിച്ചുകൊണ്ടിരിക്കണമുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളിതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളമല്ല, അരിയും ഞാൻ ചോറിനുള്ളത് കുക്കറിൽ ഒപ്പം ഇടലാണ് കേട്ടോ ചെയ്യുന്നത്. അരിയും വെള്ളം ഒന്നിച്ചിട്ടിട്ട് അങ്ങനെ വെക്കലാണ്. എനിക്ക് അടുപ്പത്തിലേറെ വെച്ചാൽ ശരിയാവുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ശീലമായി. അപ്പോൾ കുക്കറിൽ വെച്ചാൽ ഞാൻ വെക്കുന്ന ചോറ് നല്ല പെർഫെക്റ്റായി ക്ലിയറായി നല്ല അടിപൊളിയായി ചോറ് കിട്ടും കേട്ടോ. പിന്നെ അടുപ്പത്ത് വെച്ചാൽ ചിലപ്പോൾ വെന്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ വേഗേറും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചായ കൂടി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മത്തി. അപ്പോൾ മത്തി എടുത്തതാ ഒന്ന് വെള്ളത്തിലിട്ടോ. നല്ല ഉണ്ട മത്തിയാണ് കേട്ടോ. അപ്പോൾ നല്ല നെയ്മത്തി ആയിരുന്നു. അപ്പോൾ ഇന്നലെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാട്ടോ. ഉച്ചക്കൊക്കെയാണ് ഇവിടെ മീൻകാരൻ വരിക. അപ്പോൾ ആ സമയത്ത് ആകുമ്പോൾ തന്നെ നമ്മളെ പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ അതിൽ മത്തിയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചൊരു സ്മെല്ലല്ലേ. അപ്പോൾ ഞാനത് നന്നാക്കിയില്ല കേട്ടോ, അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുക ചെയ്തത്. അപ്പോൾ അതൊന്ന് ഐസൊക്കെ ഒന്ന് പോട്ടെ. നല്ല ഐസ് കട്ടയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാണ്ട്. അപ്പോൾ ഇതാ അലക്കാൻ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. രാവിലെ അലക്കാനും ഒരു ലോഡ് ഉണ്ടാവും. അപ്പോൾ ചായ കുടി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം അലക്കി വരും കേട്ടോ, എന്നിട്ടാണ് പിന്നുള്ള പണികളൊക്കെ ചെയ്യുക. അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ മുക്കിലിങ്ങനെ ഉണ്ടാവും കേട്ടോ ഓരോരുത്തർ. ഇതൊക്കെ വലിയ മക്കളതാണ്. മക്കളത്തെ പാൻറ്റ് ഷർട്ട് കുറഞ്ഞ പോലെ അവിടെ ഇവിടെയും നടന്ന് രാവിലെ എല്ലാം ഒന്ന് നടന്ന് പെറുക്കി തിരുമ്പാൻ എടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അലക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അലക്കി വെച്ച് മീൻ നന്നാക്കിയിട്ടുണ്ടായിരുന്നില്ല. മീനിന് ഇനി പൊരിച്ച വേണം കേട്ടോ. അങ്ങനെ മോൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ കുറേ പൂക്കളും ചെടികളും ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ ഒരു രസം എടുത്തതാണ്. ഇനിയിപ്പോൾ TC ഇന്ന് കിട്ടൂല കേട്ടോ. അപ്പോൾ 20-ാം തീയതിയാണ് TC. ഇന്ന് നമ്മളതിൻ്റെ അപേക്ഷ കൊടുക്കാൻ പോവുക. ഏത് സ്കൂളിലേക്കാണ് മാറണത് അങ്ങനെ അപേക്ഷ കൊടുക്കുന്നത്. അപ്പോൾ അതിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ ടീച്ചേഴ്സ്മാരും ഇല്ല കേട്ടോ, സ്കൂളിൽ ആരും എത്തിയിട്ടില്ല. അപ്പോൾ ഇതാ ഇവിടെയാണ് കളി തുടങ്ങുന്നത്. കളിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് കച്ചറ കൂടലല്ലേ. അപ്പോൾ കേട്ടോ അവർ സ്കൂളിൽ എന്നും രാത്രി കളി ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വരണം പറഞ്ഞിട്ടാണ് അവൻ ഒച്ച ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്കൂളിൽ വന്നിട്ടാ ഇതാ പോസ്റ്റ് അടിച്ച് നിൽക്കുക കേട്ടോ, ഒരു മനുഷ്യല്ല. അങ്ങനെ അവിടെ നിന്നിട്ട് തിരിച്ചട് പോകുന്നു കേട്ടോ. പിന്നെ വേഗം വന്നതും വേഗം മീനൊക്കെ നേരാക്കിയെടുത്ത് ഇതാ കറി വെക്കുകയാണ്. പിന്നെ വേറെ ഒന്നിനും തിരിഞ്ഞിട്ടില്ല. അപ്പോൾ സമയം കുറേ ആയിക്കണം. ഉച്ചയാകുമ്പോഴത്തേനും മക്കളും പുതിയാപ്പിളയും ഒക്കെ വരുമല്ലോ ചോറിന്. അപ്പോൾ അവർക്കൊക്കെ കറക്റ്റ് സമയത്ത് എത്തിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ മത്തി കറിയാട്ടോ വെച്ചത്. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, അതൊക്കെ തന്നെ കേട്ടോ. ഒന്ന് അതൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തു. നല്ല മത്തി പുളിയിട്ടതാണ് കേട്ടോ.
അപ്പോൾ ഞാൻ വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിലായിരുന്നു പോയപ്പോൾ. അപ്പോൾ പച്ചക്കറി വാങ്ങാനൊന്നും ഞാൻ പോയില്ല. ആ പോയ സ്പീഡിൽ ഇങ്ങോട്ട് തന്നെ, ആ സ്പീഡിൽ തന്നെ ഇങ്ങോട്ട് വീട്ടിൽ തന്നെ വന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ ഞാനും മോനും കൂടി വൈകിട്ട് ചായ കുടിക്കാൻ കേട്ടോ. ബ്രെഡ് പൊരിച്ചതും പൽച്ചായയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വിശേഷം ഇതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.